ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 21. ഓരോ ചുവടിലും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തനങ്ങൾ 133 1 വാക്യം. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന 3 പേർ ഉൾക്കൊള്ളുന്ന ഒരു ഡസൻ ടീമുകൾ 4 കാലിലുള്ള ഓട്ട മത്സരത്തിന് തയ്യാറായി. ഇരുവശത്തും നിൽക്കുന്നവരുടെ ഓരോ കാൽ നടുവിലുള്ള വ്യക്തിയുടെ ഇരുകാലുകളിലും കണങ്കാലുകളിലും കാൽമുട്ടിലും വർണ്ണാഭമായ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ചേർത്ത് കെട്ടി. ഓരോ മൂവരും ഫിനിഷ് ലൈനിൽ കണ്ണുനട്ടു. വിസിൽ മുഴങ്ങിയപ്പോൾ ടീമുകൾ മുന്നോട്ട് കുതിച്ചു. ഇവരിൽ ഭൂരിഭാഗവും വീഴുകയും ചുവടുറപ്പിക്കാൻ പാടുപെടുകയും ചെയ്തു. കുറച്ചു ഗ്രൂപ്പുകൾ നടക്കുന്നതിനു പകരം ചാടാൻ ശ്രമിച്ചു. ചിലർ പിന്തിരിഞ്ഞു. എന്നാൽ ഒരു ടീം തുടങ്ങാൻ വൈകി. അവരുടെ പ്ലാൻ പറഞ്ഞുറപ്പിച്ചു. അവർ മുന്നോട്ടു നീങ്ങുമ്പോൾ ആശയവിനിമയം നടത്തി. അവർ വഴിയിൽ ഇടറി വീണു. എന്നിട്ടും മുന്നോട്ടു നീങ്ങി. താമസിയാതെ എല്ലാ ടീമുകളെയും മറികടന്നു. ഓരോ ചുവടിലും സഹകരിക്കാനുള്ള അവരുടെ സന്നദ്ധത ഒരുമിച്ച് ഫിനിഷിംഗ് ലൈൻ കടക്കാൻ അവരെ പ്രാപ്തമാക്കി. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹത്തിൽ ദൈവത്തിനായി ജീവിക്കുന്നത് പലപ്പോഴും 4 കാലിലുള്ള ഓട്ടക്കാർ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് പോലെ നിരാശാജനകമാണ്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുമായി ഇടപഴകുമ്പോൾ പലപ്പോഴും ഇടറിപ്പോകാറുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചും അതിഥി സൽക്കാരത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തിനായി ഐക്യത്തിൽ നമ്മെ തന്നെ അണിനിരത്താൻ നമ്മുടെ വരങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പത്രോസ് സംസാരിക്കുന്നു. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. പരാതിപ്പെടാതെ ആതിഥ്യമര്യാദ കാണിക്കുക. വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹ വിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീനെന്ന് അവൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആശയവിനിമയം നടത്താനും സഹകരിക്കാനും നമ്മെ സഹായിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ ഭിന്നതകൾ എങ്ങനെ ആഘോഷിക്കാമെന്നും ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കാമെന്നും ലോകത്തിന് കാണിച്ചുകൊണ്ട് നമുക്ക് ഓടാനാകും. ചിന്തിക്കുക, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളുമായി പ്രവർത്തിക്കാൻ നിങ്ങൾ എപ്പോഴാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളത്? ദൈവം നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്? ദൈവത്തിന് മഹത്വം.